നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി, അതായത് രാജ്യത്തിനകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി ഉയർന്നു വരികയാണ് ടെമ്പിൾ എക്കണോമി എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന് ഗണ്യമായി സംഭാവന നൽകുന്ന ഒരു ക്ഷേത്രമായി വളർന്നു വരികയാണ് അയോധ്യ രാമക്ഷേത്രം. ഒരുപക്ഷെ അയോധ്യ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു വർഷം വരുമാനം കിട്ടുന്ന ക്ഷേത്രമായി അയോധ്യ രാമക്ഷേത്രം മാറുകയാണ്. ഈ വർഷം മാത്രം, അതായത് കഴിഞ്ഞ വർഷം മാത്രം അയോധ്യ രാമക്ഷേത്രത്തിന് ലഭിച്ച വരുമാനം എന്ന് പറയുന്നത് അതിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 700 കോടി രൂപയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. വൈഷ്ണോ ദേവി, ഷിർദി സായി ക്ഷേത്രം തുടങ്ങിയ മറ്റു വലിയ ക്ഷേത്രങ്ങളുടെ വരുമാനത്തെ ഓവർകം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രം ഈ ഒരു നേട്ടം കൈവച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് 2024 ജനുവരി 22-നാണ് നടന്നത്. ജനുവരി 22-ന് തന്നെ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. എല്ലാ ആചാരങ്ങൾക്കും ശേഷം അയോധ്യയിലെ മഹത്തായ ശ്രീരാമക്ഷേത്രം കാണാൻ വിനോദസഞ്ചാരികളുടെയും ഭക്തരുടെയും ഒരു കുത്തൊഴുക്ക് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ക്ഷേത്രം സന്ദർശിച്ച ഭക്തരുടെ എണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ ഉദ്ഘാടനത്തിന് ക്ഷേത്രം എത്ര പേര് ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 13 കോടിയിലേറെ പേർ അയോധ്യ രാമക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ തന്നെ 700 കോടി രൂപ വാർഷിക വരുമാനമാണ് അയോധ്യ രാമക്ഷേത്രത്തിന് ലഭിച്ചത് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ ഇപ്പോൾ പറയുന്നത്. തുകയെക്കുറിച്ചും രാജ്യത്തെ മറ്റു ക്ഷേത്രങ്ങൾ എത്ര തുക ഉണ്ടാക്കിയതിനെ കുറിച്ചുമുള്ള വിശദാംശങ്ങൾ ഞാൻ പറയാം. എന്തായാലും ഉത്തർപ്രദേശിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന് ഗണ്യമായ സംഭാവനയാണ് അയോധ്യ രാമക്ഷേത്രം നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. വൈഷ്ണോദേവി, ഷിർദി സായി പോലെയുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ മറികടന്നിരിക്കുന്നു. ഇന്ത്യയിലെ മികച്ച ക്ഷേത്രങ്ങൾ, അതായത് 7 മികച്ച ക്ഷേത്രങ്ങൾ, ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന മികച്ച ക്ഷേത്രങ്ങളുടെ പട്ടിക ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ഒന്ന് എന്ന് പറയുന്നത് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രമാണ്. ഒരു വർഷം 1500 മുതൽ 1650 കോടി രൂപ വരെയാണ് തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രത്തിന് വരുമാനമായി ലഭിക്കുന്നത്. അടുത്തത് സുവർണ ക്ഷേത്രമാണ് പഞ്ചാബിലെ, അത് 650 കോടിയാണ് വർഷം കിട്ടുന്നത്. വൈഷ്ണോദേവി ക്ഷേത്രം 600 കോടി. ഷിർദി സായി ക്ഷേത്രം മഹാരാഷ്ട്രയിലെ 500 കോടിയാണ് ലഭിക്കുന്നത്. ജഗന്നാഥ ക്ഷേത്രം, പൂരി ജഗന്നാഥ ക്ഷേത്രം ഒറീസയിലെ 400 ദശലക്ഷം. അന്തർധാം ക്ഷേത്രം ന്യൂഡൽഹിയിലെ 200 മുതൽ 250 കോടി വരെയാണ് വരുമാനം ലഭിക്കുന്ന മഹാക്ഷേത്രം. ഇനി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം 150 മുതൽ 200 കോടി വരെയാണ് അവിടെ വരുമാനമായി ലഭിക്കുന്നത്. എന്തായാലും നമ്മുടെ രാജ്യത്തെ, ചിലപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. 3 ട്രില്യൺ മൂല്യമുള്ള നിധിയാണ് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ കണ്ടെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ GDP-ക്കൊപ്പം നിൽക്കുന്ന, കിടപിടിച്ച് നിൽക്കുന്ന അത്രയും സമ്പത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രം സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അയോധ്യ രാമക്ഷേത്രം കുംഭമേളയെ തുടർന്ന് വലിയ രീതിയിലുള്ള തിക്കും തിരക്കും അവിടെ അനുഭവപ്പെട്ടിരുന്നു. രാമക്ഷേത്രം കുറച്ചുനാൾ ഭക്തരെ തടയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇനി നിങ്ങൾ ഭക്തർ ഇങ്ങോട്ടേക്ക് വരരുത്, കാരണം 15 കിലോമീറ്ററോളമാണ് രാമക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ടുള്ള ക്യൂ എന്ന രീതിയിൽ വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം കഴിയുമ്പോൾ ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വരുമാനം പുറത്തു വന്നിരിക്കുകയാണ്. 700 കോടി രൂപ. നേരത്തെ യോഗി ആദിത്യനാഥ് കുംഭമേളയിൽ നിന്നും ഉത്തർപ്രദേശിന് ലഭിച്ച വരുമാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് 3 ലക്ഷം കോടി രൂപയാണ് എന്ന് ഒഫീഷ്യലായിട്ട് യോഗി ആദിത്യനാഥ് പറഞ്ഞു. അതിന് പിന്നാലെയാണ് അയോധ്യയിലെ ഈ കണക്കും പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.